ഒരു മോട്ടോർ സൈക്കിൾ നടുവിൽ മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു റോഡിലൂടെ പോകുന്നു. അയാൾ വ്യക്തമായ ഗതാഗത നിയന്ത്രണമില്ലാത്ത ഒരു കവലയിലെത്തുന്നു. അയാൾക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. ഒരു അപകടത്തിന് കാരണമായേക്കാവുന്ന സാധ്യതകൾ കണ്ടുപിടിക്കാമോ? വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാരണങ്ങൾ: 1. മുന്നിൽ വരുന്ന കാർ. 2. മോട്ടോർ സൈക്കിളിന് പുറകെ വരുന്ന കാർ. 3. ഇടതുവശത്ത് അവ്യക്തമായി കാണുന്ന കാൽനട യാത്രക്കാരൻ. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു അപകടം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായ തെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നതിനായി സീബ്ര ക്രോസിംഗിൽ എത്തുന്നു. പെട്ടെന്ന് വലതുവശത്തു നിന്ന് വന്ന വണ്ടിക്കാരൻ അയാളെ ഇടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. തന്റെ കാഴ്ച മറിഞ്ഞിട്ടും ഇടതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെയും അയാൾ ഗൗനിക്കുന്നില്ല. എതിർവശത്തു നിന്ന് വന്ന് വലത്തോട്ട് തിരിയുന്ന കാറിനെയും അയാൾ ശ്രദ്ധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിയുന്നതിനാൽ അയാൾ കാൽനട യാത്രക്കാരനെയോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് വന്ന കാറുമായോ പുറകിൽ വരുന്ന കാറുമായോ അപകടം സംഭവിച്ചേനെ. വരൂ, ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. ഇത്തരം സ്ഥലങ്ങളിൽ വേഗത കുറച്ച് കണ്ണാടിയിലൂടെ പുറകുവശം ശ്രദ്ധിക്കുക. 2. സുരക്ഷിതമായ അകലം പാലിച്ച് തിരിയാനുള്ള സിഗ്നലുകൾ നൽകുക. 3. അപകട സാധ്യതകൾ പരിശോധിച്ച് സുരക്ഷിതമായി തിരിയുക. റോഡിൽ വളവ് തിരിയുമ്പോൾ MSM ടെക്നിക് പാലിക്കുക. മിറർ, സിഗ്നൽ, മാനുവൽ. ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ. ഒരു മോട്ടോർ സൈക്കിൾ ഓവർടേക്കിംഗ് അനുവദനീയമായ 2-വേ റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്ന ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അയാൾ അടുത്തെത്തും. അപകടത്തിന് കാരണമായേക്കാവുന്ന സാധ്യതകൾ കണ്ടുപിടിക്കാമോ? വ്യക്തമായി മനസ്സിലാക്കാവുന്ന അപകടങ്ങൾ: 1. നിർത്തിയിട്ടിരിക്കുന്ന ബസ് ഒരു സാധ്യതയാണ്, കാരണം അത് വലത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഡ്രൈവർ വാതിൽ തുറക്കുകയോ ചെയ്യാം. 2. പുറകെ വരുന്ന കാർ ഒരുപക്ഷെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 3. ബസ്സിന് മുന്നിലുള്ള കാണാൻ കഴിയാത്ത ഭാഗവും അപകട സാധ്യത ഉണ്ടാക്കിയേക്കാം. കാൽനട യാത്രക്കാരോ ബസ് യാത്രക്കാരോ ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ച് കടന്നേക്കാം. നമുക്ക് എന്ത് സംഭവിക്കുന്നെന്ന് നോക്കാം. ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. ഇവിടെ സംഭവിച്ച തെറ്റെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ബസ് പാതയോരത്ത് നിർത്തിയിട്ടിരിക്കുന്നു. ഒരു മോട്ടോർ സൈക്കിൾ അതിനെ ഓവർടേക്ക് ചെയ്യാനായി എത്തുന്നു. അയാൾ ബസ്സിനടുത്തുകൂടെ കടന്നു പോകുന്നതുകൊണ്ട് മുന്നിലുള്ളത് കാണാൻ സാധിക്കുന്നതുമില്ല. പെട്ടെന്ന് ഒരു കാൽനട യാത്രക്കാരൻ ബസ്സിന് മുന്നിലൂടെ കടന്നു പോകുന്നു. ബൈക്ക് യാത്രക്കാരൻ വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അയാൾ ഇടിക്കാതെ കഷ്ടിച്ച് അപകടത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. പുറകിലുണ്ടായിരുന്ന കാർ അകലത്തിൽ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു അപകടത്തിന് കാരണമായേനെ. ഇത്തരം സാഹചര്യങ്ങൾ സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. നിശ്ചലാവസ്ഥയിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ വേഗത കുറയ്ക്കുക. 2. അപ്രതീക്ഷിതമായ അപകടങ്ങളെ നേരിടാൻ എപ്പോഴും തയ്യാറാകുക. 3. എല്ലാ വശങ്ങളിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ജീവന് വില നൽകൂ, സുരക്ഷിതമായി സഞ്ചരിക്കൂ. ഒരു ബൈക്ക് യാത്രികൻ നല്ല തിരക്കുള്ള ഇടുങ്ങിയ 2-വേ റോഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ നടപ്പാതയുടെ സമീപത്തുകൂടി വണ്ടി ഓടിക്കുകയും ഒരു ഹോട്ടലിന് മുൻവശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇവിടെയുള്ള അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാമോ? വ്യക്തമായി കാണാവുന്ന അപകട സാധ്യതകൾ ഇവയാണ്. 1. ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് വരുന്ന സൈക്കിൾ യാത്രികൻ. 2. എതിർവശത്തു നിന്നും കടന്നു വരുന്ന ഒരു കാർ. 3. ബൈക്ക് യാത്രികന്റെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഒരു കാർ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു അപകടം ഉണ്ടായേക്കാവുന്ന സാഹചര്യമായിരുന്നു അത്. ഇവിടെ സംഭവിച്ച തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാം. തിരക്കേറിയ ട്രാഫിക്കുള്ള സമയത്ത് നടപ്പാതയുടെ അരികിലൂടെ കടന്നു പോകുന്ന യാത്രികൻ. അയാൾ ഒരു ഹോട്ടലിന് മുൻവശത്തേക്ക് എത്തുന്നു. ഹോട്ടലിനകത്തുനിന്ന് മതിലിന് സമീപത്തു നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വന്ന സൈക്കിൾ യാത്രക്കാരനെയും ഹോട്ടലിനകത്തേക്ക് പ്രവേശിക്കുന്ന കാറുകാരനെയും അയാൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. സൈക്കിൾ യാത്രക്കാരനുമായോ മുന്നിൽ വന്ന കാറുകാരനുമായോ അല്ലെങ്കിൽ സൈഡിലുള്ള കാറുമായോ ഒരു അപകടത്തിന് സാധ്യതയുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളെ സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. ട്രാഫിക് തടസ്സങ്ങളുള്ള സമയത്ത് ക്ഷമയോടെ വേഗത കുറച്ച് പോവുക. 2. കാഴ്ച മറയ്ക്കുന്ന സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുക. 3. മറ്റു വാഹനങ്ങൾ നടത്തുന്ന പെട്ടെന്നുള്ള ദിശാവ്യത്യാസങ്ങളെ കരുതിയിരിക്കുക. ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ.
ഒരു മോട്ടോർ സൈക്കിൾ യാത്രികൻ ഒരു മൾട്ടി ലൈൻ റോഡിലൂടെ സഞ്ചരിക്കുന്നു. റോഡിന് നടുവിലുള്ള മീഡിയനിലെ വിടവിലൂടെ അയാൾ മറുഭാഗത്തേക്ക് കടക്കാൻ ഒരുങ്ങുന്നു. അപകടത്തിന് കാരണമായേക്കാവുന്ന സാധ്യതകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന വസ്തുതകൾ: 1. മീഡിയനിലെ വിടവിലൂടെ ഒരു കാർ യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുന്നു. 2. യാത്രക്കാരന്റെ മുൻവശത്ത് അടുത്തായി ഒരു ട്രക്ക് സഞ്ചരിക്കുന്നു. 3. ഇടതുവശത്തു നിന്നും അപ്രതീക്ഷിതമായ ട്രാഫിക് പ്രതീക്ഷിക്കാം. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ട്രക്കിനെ മറികടക്കുമ്പോൾ ലൈൻ മാറാൻ ശ്രമിച്ചാൽ അവിടെ ഒരു അപകട സാധ്യത ഉണ്ടാകാം. ഇവിടെ സംഭവിച്ച തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. റൈഡർ മീഡിയനിലെ വിടവിലൂടെ കടക്കാൻ ശ്രമിക്കുന്നു. വെളുത്ത കാർ മീഡിയൻ വിടവിലൂടെ യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുന്നു. റൈഡർ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാറിനെ അവഗണിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ലോറിയുമായോ ഇടത്തുനിന്ന് വരുന്ന മറ്റൊരു ബൈക്കുമായോ അപകടമുണ്ടായേക്കാം. ഇത്തരം സന്ദർഭങ്ങൾ സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. നിയന്ത്രണമില്ലാത്ത ഇത്തരം ഇടങ്ങളിൽ വേഗത കുറച്ച് ഓടിക്കുകയും ജാഗ്രതയോടെ ഇരിക്കുകയും വേണം. 2. സുരക്ഷിത അകലം പാലിച്ച് പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിന് തയ്യാറാവുക. 3. ആവശ്യമെങ്കിൽ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതുവരെ കാത്തുനിൽക്കുക. ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ. ഒരു മോട്ടോർ സൈക്കിൾ യാത്രികൻ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുന്നു. മൊബൈൽ ഉപയോഗം അയാളുടെ ശ്രദ്ധ തെറ്റിക്കുന്നു. ജംഗ്ഷനിൽ നിന്ന് നേരെയാണ് അയാൾക്ക് പോകേണ്ടത്. ഒരു അപകടത്തിന് കാരണമായേക്കുന്ന സാധ്യതകൾ കണ്ടുപിടിക്കാമോ? ഇവിടെ വ്യക്തമായി കാണാവുന്ന സാധ്യതകൾ: 1. റോഡ് മുറിച്ച് കിടക്കുന്ന കാൽനട യാത്രക്കാരൻ. 2. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ലോറി. 3. പിറകിൽ നിന്നും വരുന്ന ഒരു കാർ. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. ഇവിടെ സംഭവിച്ച തെറ്റ് എന്താണെന്ന് നോക്കാം. യാത്രക്കാരൻ അയാളുടെ മൊബൈൽ ഫോണിൽ നോക്കി അതിൽ മുഴുകിയിരിക്കുന്നു. പിന്നെ മുന്നിലുള്ള സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാരനെയും തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ട്രക്കിനെയും കൂടാതെ ഇടത്തോട്ട് തിരിയുന്നതിനിടയിൽ പുറകിൽ നിന്ന് വരുന്ന കാറിനെയും അയാൾ ശ്രദ്ധിക്കുന്നില്ല. കാർ ഒരുപക്ഷെ മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ടോ തിരിഞ്ഞേക്കാം. ഇത്തരത്തിലുള്ള ചെറിയ അശ്രദ്ധ ആ ലോറിയുമായിട്ടുള്ള ഒരു അപകടത്തിന് സാധ്യതയുണ്ടാക്കുന്നു. ഇത്തരം അപകട സാധ്യതകൾ എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. വാഹനം ഓടിക്കുമ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിർത്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. 2. ജംഗ്ഷനിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. 3. ട്രാഫിക് സിഗ്നലുകളിൽ ധൃതി കാണിക്കരുത്. പ്രത്യേകിച്ച് പച്ച വെളിച്ചം തെളിയാൻ ആരംഭിക്കുന്നതിന് മുൻപ് ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ. മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ റോഡിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ്. റോഡിലുള്ള മീഡിയൻ ഗ്യാപ്പിൽ എത്തുന്നതിന് മുൻപായിട്ടാണ് ഇത്. ഒരു അപകടത്തിന് സാധ്യതയുണ്ടാകുന്ന സാഹചര്യങ്ങൾ കണ്ടെത്താനാകുമോ? വ്യക്തമായി കാണാവുന്ന അപകട സാധ്യതകൾ ഇവയാണ്. 1. മീഡിയനിലെ ഗ്യാപ്പിലൂടെ മുൻപിലോട്ട് വരുന്ന ഒരു കാർ. 2. വലത്തേക്ക് തിരിയാൻ സാധ്യതയുള്ള ഒരു ഓട്ടോറിക്ഷ. 3. ആശുപത്രിക്ക് സമീപമുള്ള കാൽനട യാത്രക്കാരൻ. 4. പുറകിലേക്ക് എടുത്തേക്കാവുന്ന ആംബുലൻസ്. 5. ആംബുലൻസിന് സമീപത്തുള്ള ആശുപത്രി ഗേറ്റിൽ നിന്നും പുറത്തേക്ക് വന്നേക്കാവുന്ന വാഹനങ്ങൾ. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു അപകടം നടന്നേക്കാവുന്ന സാഹചര്യമായിരുന്നു ഇത്. ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. പലവിധ അപകട സാധ്യതയുള്ള സ്ഥലത്ത് വെച്ചാണ് ബൈക്ക് യാത്രക്കാരൻ മീഡിയനിലേക്ക് പ്രവേശിക്കുന്നത്. മീഡിയനിലെ വിടവിലൂടെ ഒരു കാർ വലതുവശത്തേക്ക് തിരിയാൻ ശ്രമിക്കുന്നു. ഓട്ടോറിക്ഷ നിൽക്കുകയാണെങ്കിലും ഏത് സമയത്തും സ്റ്റാർട്ട് ചെയ്തേക്കാം. ആശുപത്രിയുടെ മുൻഭാഗത്തായി കാൽനട യാത്രക്കാർ ഉണ്ട്. ആംബുലൻസ് പുറകിലേക്ക് വരാൻ തുടങ്ങുകയാണ്. യാത്രക്കാരൻ ഈ വാഹനങ്ങളുമായി ഒരു അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. 1. നിർത്തിയിരിക്കുന്ന വാഹനങ്ങളെ സമീപിക്കുമ്പോൾ സുരക്ഷിത അകലം പാലിക്കുകയും വേഗത കുറയ്ക്കുകയും ചെയ്യുക. 2. മുന്നിലെ തടസ്സങ്ങൾ മൂലം നിങ്ങളുടെ കാഴ്ച മറയുമ്പോൾ ബുദ്ധിപരമായി പ്രവർത്തിക്കുക. 3. ലൈൻ മാറുമ്പോൾ ശ്രദ്ധിക്കുകയും സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തി മാത്രം ഓവർടേക്ക് ചെയ്യുകയും ചെയ്യുക. ജീവന് വില നൽകൂ, സുരക്ഷിതമായി ഓടിക്കൂ.